കാപ്പൻമേള അമ്പേ പരാജയമോ? ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ബാക്കിവെച്ച പാലാ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. പാലാ സെന്റ് തോമസ് കോളേജ് സ്ഥാപിച്ച് 70 വർഷം പൂർത്തിയായതുമായി അനുബന്ധിച്ച് നടത്തിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമം അമ്പേ പരാജയമായി പോയി എന്നാണ് അതിൽ പങ്കെടുത്ത ഒട്ടുമിക്ക ആളുകളുടെയും അഭിപ്രായം. ഈ സംഗമം എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം ഇതൊരു കാപ്പൻ ഷോ മാത്രമായിരുന്നു എന്നാണ്. കോളേജ് സ്ഥാപിച്ച മാർ സെബാസ്റ്റ്യൻ വയലിൽ പിതാവ് തുടങ്ങിവെച്ചതും അതിനുശേഷം വന്ന മാർ ജോസഫ് പള്ളിക്ക പറമ്പിൽ തുടർന്നു പോന്നതും ഇപ്പോൾ പാലാ രൂപതയുടെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് സെന്റ് തോമസ് കോളേജിനെയും മാർ സ്ലീവ മെഡിസിറ്റിയും രൂപതയുടെ കീഴിലുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റലുകളുമൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന പാലായുടെ അഭിവന്ദ്യ പിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനേക്കാളും വലിയ വ്യക്തിയാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ സംഘാടകനായ കാപ്പൻ എന്നാണ് വിവിധങ്ങളായ പൊതുയോഗങ്ങളിൽ ആമുഖ പ്രസംഗങ്ങൾ നടത്തിയവരെല്ലാവരും തന്നെ പറഞ്ഞു വെച്ചത്. കല്ലറങ്ങാട്ട് പിതാവിനെ വരെ അവഹേളിക്കുന്നതിന് തുല്യമായി പോയി ഈ പ്രസംഗങ്ങളെന്ന് പറയേണ്ടി വരും. ചിലർ സ്വാഗത പ്രസംഗങ്ങൾ പറഞ്ഞപ്പോൾ കോളേജിൽ പഠിച്ച പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുടെയും പ്രമുഖരായ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പേരുകൾ പരാമർശിക്കുകയുണ്ടായി. എന്നാൽ അവരിൽ പലരും വേദിയിലോ സദസ്സിലോ ഇല്ലായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ മന്ത്രിമാരായ 2 വ്യക്തികൾ, അതിലൊരാൾ കേന്ദ്രത്തിലും മറ്റൊരാൾ കേരളത്തിലും മന്ത്രിമാരാണ്. അവർ രണ്ടുപേരും ഇല്ലാതിരുന്ന സമയത്തും കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യന്റെ പേര് പരാമർശിച്ചപ്പോൾ കോളേജിലെ വോളിബോൾ താരവും ഇപ്പോൾ കേരളത്തിലെ മന്ത്രിയും പാലാക്കാരനുമായ റോഷി അഗസ്റ്റിനെ പരാമർശിക്കാതെ ബോധപൂർവം ഒഴിഞ്ഞു മാറുകയാണ് പ്രാസംഗികൻ ചെയ്തത്. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഘാടകർക്ക് രാഷ്ട്രീയ ലക്ഷ്യം എന്തുമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തിയതുകൊണ്ടാണല്ലോ അവിടെ വന്ന ചില വ്യക്തികൾക്ക് വോളണ്ടിയർമാർ അല്ലാതിരുന്നിട്ടും വോളണ്ടിയർമാരുടെ ബാഡ്ജുകൾ നൽകിയത്. ഈ സമ്മേളനത്തിന്റെ നടത്തിപ്പ് കണ്ടപ്പോൾ കണ്ടു നിന്നവർക്ക് മനസ്സിലായത് ഇത് മറ്റെന്തിന്റെയോ മുന്നൊരുക്കത്തിന്റെ ഭാഗമാണ് എന്നാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനേക്കാളും വലിയ പ്രാധാന്യം കാപ്പന് നൽകിയത്? എന്താണെങ്കിലും വളരെ ശുഷ്കമായ ഒരു സദസ്സായിരുന്നു പരിപാടികളിൽ സന്നിഹിതരായിരുന്നത്. ഒട്ടുമിക്ക സമയങ്ങളിലും സമ്മേളന ഹാളിന്റെ 3/4 ഭാഗത്തുമുള്ള കസേരകൾ കാലിയായിരുന്നു. ഓരോ വർഷവും ആയിരക്കണക്കിന് കുട്ടികൾ പഠിച്ചിറങ്ങുന്ന കേരളത്തിലെ അതിപ്രശസ്തമായ കോളേജ് 75 വർഷം പിന്നിട്ടപ്പോൾ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തിയപ്പോൾ അതിൽ പങ്കെടുത്തത് 5000-ൽ താഴെ ആളുകൾ മാത്രമാണ്. 10,000-ങ്ങൾ പങ്കെടുക്കേണ്ട സ്ഥാനത്താണ് ഇത്രയും ശുഷ്കമായ ഒരു സദസ്സിനെ വെച്ച് പരിപാടികൾ നടത്തേണ്ടി വന്നത്. സംഘാടനത്തിന്റെ പാളിച്ചയാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നതെന്ന് വ്യക്തം. നാടിന്റെ നന്മയെക്കുറിച്ച് ചിന്തിക്കാത്തവർ സ്വന്തം സ്വാർത്ഥ ലാഭം ലക്ഷ്യമിട്ട് പരിപാടി ആസൂത്രണം ചെയ്തപ്പോൾ അതൊരു തരം താണ രാഷ്ട്രീയ കളിയായി പോയി എന്നാണ് ബഹുഭൂരിപക്ഷം പൂർവ്വ വിദ്യാർത്ഥികളും അഭിപ്രായപ്പെടുന്നത്.